ഹലോ ഫ്രണ്ട്സ്, 2026 ജനുവരിയിൽ PSC നടത്തിയ കെയർ ടേക്കർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 115/2025. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം. ആൻസർ ഓപ്ഷൻ സി, സ്വദേശി പ്രസ്ഥാനം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, നിസ്സഹകരണ പ്രസ്ഥാനം. ചമ്പാരൻ സത്യാഗ്രഹം 1917 നടന്നത്. അഹമ്മദാബാദ് മിൽ പണിമുടക്ക് 1918. നിസ്സഹകരണ പ്രസ്ഥാനം ഏത് വർഷമാണ് ആരംഭിച്ചത്? 1920. അടുത്ത ക്വസ്റ്റ്യൻ, 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, കാൺപൂർ നാനാ സാഹിബ്. 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ബീഹാറിലെ ആരയിൽ കൻവർ സിംഗ് ആണ്. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ബീഹാറിലെ ആരയിലെ കൻവർ സിംഗ്. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ ആരാണ്? ജ്യോതിറാവു ഫുലെ. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ചൈനീസ് വിപ്ലവം. 1934 ലോങ് മാർച്ച് നടന്നത്. മാവോസെ തുങ്ങാണ് ലോങ് മാർച്ച് നയിച്ചത്. കിയാങ്സി മുതൽ യനാൻ പ്രവിശ്യയിലെ ഷെൻസി വരെയാണ് ലോങ് മാർച്ച് നടന്നത്. കിയാങ്സി മുതൽ യനാൻ പ്രവിശ്യയിലെ ഷെൻസി വരെയാണ് ലോങ് മാർച്ച് നടന്നത്. മാവോസെ തുങ്ങാണ് നേതൃത്വം നൽകിയത്. 1934 ചൈനയിലാണ് ലോങ് മാർച്ച് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. ആൻസർ ഓപ്ഷൻ സി, AK ഗോപാലൻ. AKG ആണ് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. ആൻസർ ഓപ്ഷൻ എ, സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ്? സഫ്രീന ലത്തീഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ, സമോവ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ എ, ശാന്തസമുദ്രം. ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ, സമോവ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ശാന്തസമുദ്രം അഥവാ പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 2, 4. ഉപരിതല ഫലകങ്ങളുടെ ചലനം, ദുർബലമായ ഫലക അതിരുകൾ.
എന്താണ്? വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഉപരിതല ഫലകങ്ങളുടെ ചലനം, ദുർബലമായ ഫലക അതിരുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, ഭുവൻ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏതാണ്? ഭുവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 NW5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ. ആൻസർ ഓപ്ഷൻ ഡി, ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതുസമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ സി, ഛത്തീസ്ഗഡ്. ഇന്ത്യയുടെ ധാതുസമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ഛത്തീസ്ഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, അൽവാരോ. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? അൽവാരോ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ ഡി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് 1948 സ്വതന്ത്ര ഭാരതത്തിലെ രണ്ടാമത്തെ വ്യാവസായിക നയം പ്രഖ്യാപിക്കുന്നത് 1956. ഇനി ദേശീയ ആസൂത്രണ സമിതി രൂപീകൃതമായത് 1938. ദേശീയ ആസൂത്രണ സമിതി 1938 രൂപീകരിച്ചത്. അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ച സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദേശീയ ആസൂത്രണ സമിതി രൂപീകൃതമായ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ദേശീയ ആസൂത്രണ സമിതി എന്ന ആശയം അവതരിപ്പിച്ചത് മേഘനാഥ് സാഹയാണ്. ബോംബെ പദ്ധതി നിലവിൽ വന്നത് 1944. ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ 8 വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയതാണ് ബോംബെ പദ്ധതി. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? അർദേശിർ ദലാലാണ്. ബോംബെ പ്ലാനിന് നേതൃത്വം നൽകിയത് അർദേശിർ ദലാലാണ്. ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരാണ്? ജോൺ മത്തായിയാണ്. ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 രൂപീകൃതമായത്. 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയത്. 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തലാക്കുകയും ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നതാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 2, 3. ഏതൊക്കെയാണെന്ന് നോക്കാം. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. 1969 ജൂലൈ 19 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്നാണ് 1969 ജൂലൈ 19 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഒന്നാം ഘട്ടത്തിൽ 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഒന്നാം ഘട്ടത്തിൽ 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം എന്നായിരുന്നു 1980 ഏപ്രിൽ 15 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ടത്തിൽ 200 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1969 ജൂലൈ 19 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1980 ഏപ്രിൽ 15 നടന്നത്. 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ടത്തിൽ 200 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1770. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 2. ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, ലെയ്സേഴ്സ് ഫെയർ സിദ്ധാന്തം. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആഡം സ്മിത്താണ്. ലെയ്സേഴ്സ് ഫെയർ സിദ്ധാന്തം അവതരിപ്പിച്ചതും ആഡം സ്മിത്താണ്. ആഡം സ്മിത്തിന്റെ പ്രശസ്തമായ കൃതിയാണേത്? വെൽത്ത് ഓഫ് നേഷൻസ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആഡം സ്മിത്താണ്. ലെയ്സേഴ്സ് ഫെയർ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ആഡം സ്മിത്ത്. ആഡം സ്മിത്തിന്റെ പ്രശസ്തമായ കൃതിയാണേത്? വെൽത്ത് ഓഫ് നേഷൻസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മിച്ചമൂല്യ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. മിച്ചമൂല്യ സിദ്ധാന്തം അവതരിപ്പിച്ചത് കാൾ മാർക്സ് ആണ്. കാൾ മാർക്സിന്റെ പ്രശസ്തമായ ഒരു ബുക്കുണ്ട്. ഏതാണ്? മൂലധനം അഥവാ ദാസ് ക്യാപിറ്റൽ. കാൾ മാർക്സിന്റെ ബുക്കാണ് മൂലധനം അഥവാ ദാസ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 2, 3. ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ.
ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏതാണ്? ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള എന്നാണെങ്കിൽ കരിമ്പ്. എന്താണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം? ഗോതമ്പ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള കരിമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ് എന്നിവർ RBI ഗവർണർ ആയിട്ടുള്ള വ്യക്തികളാണ്. ആരൊക്കെയാണ്? ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ്. നിലവിൽ RBIയുടെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. RBIയുടെ 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. RBI ദേശസാൽക്കരിച്ചത് എന്നാണ്? 1949 ജനുവരി 1 RBI ദേശസാൽക്കരിക്കുന്നത് 1949 ജനുവരി 1. RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 2, 3. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1, 3. ഏതൊക്കെയാണ്? 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? ആൻസർ ഓപ്ഷൻ എ HC മുഖർജി, VT കൃഷ്ണമാചാരി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആയവർ ആരൊക്കെയാണ്? HC മുഖർജി, VT കൃഷ്ണമാചാരി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി അയർലൻഡ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, അനുച്ഛേദം 360. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 360. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 352. സംസ്ഥാന അടിയന്തരാവസ്ഥ 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ 360. എന്തൊക്കെയാണ്? ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 352, സംസ്ഥാന അടിയന്തരാവസ്ഥ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ 360. അടുത്ത ക്വസ്റ്റ്യൻ, 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, കൂറുമാറ്റ നിരോധന നിയമം. 1985 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ്? 10. അടുത്ത ക്വസ്റ്റ്യൻ, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ, വനം, വൈദ്യുതി. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് വനം, വൈദ്യുതി എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ രാജ്കുമാർ ഗോയലാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ ആരാണ്? രാജ്കുമാർ ഗോയൽ. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അശ്വിനി വൈഷ്ണവ്. നിലവിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? ആൻസർ ഓപ്ഷൻ എ, സ്പീക്കർ. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂൾ പ്രകാരം അധികാരമുള്ളത് ആർക്കാണ്? സ്പീക്കർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഉഷസ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി, കോട്ടയം. മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകൃതമായത് ഏത് ജില്ലയിലാണ്? കോട്ടയം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പി സദാശിവം. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് പി സദാശിവം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, ജസ്റ്റിസ് ഡി ശ്രീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി 2 തവണ വഹിച്ച വ്യക്തി ആരാണ്? ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. കേരള വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? കവയത്രി സുഗതകുമാരിയായിരുന്നു.
നിലവിലെ അധ്യക്ഷ ആരാണ്? പി സതീദേവി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് ജി ശശിധരൻ ആണ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജി ശശിധരൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? കെ സച്ചിദാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ എ മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഓസ്റ്റിയോപോറോസിസ്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോപോറോസിസ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്